Hi friends, welcome to A to Z Tips. ഞാൻ ഇവിടെ സ്കൂൾ യൂണിഫോം ട്രൗസർ എങ്ങനെ തയ്ക്കണമെന്നുള്ളൊരു കട്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ഡ്രാഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇവിടെ കട്ട് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഹിപ്പ് അറൗണ്ട് 29 ആണ്. അതിൻ്റെ നാലിലൊരു ഭാഗമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി സീം അലൗൺസ് ഉൾപ്പെടെയുള്ളതാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടെ 5 ഇഞ്ച് ക്രോച്ച് ഏരിയ എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അതിൻ്റെ ഷേപ്പ് ചെയ്യാനുള്ളത്. ഇനി പോക്കറ്റിൻ്റെ 1.5 ഞാനിവിടെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡെപ്ത്ത് 4 ഇഞ്ച് പോക്കറ്റിൻ്റെ ആണത്, പോക്കറ്റ് കട്ട് ചെയ്യാനുള്ളത്. ഇനി ഒരു ടക്ക് വരുന്നുണ്ട്. ആ ടക്കിൻ്റെ ഇതാണ് 1 ഇഞ്ചാണ് ടക്കിൻ്റെ വിഡ്ത്ത്. അവിടുന്ന് സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഇപ്പറായിട്ട്. ഇതിൻ്റെ ലെങ്ത്തിന് 1.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തേക്കുന്നത്. ഇത് ഫ്രണ്ടിലത്തെ പീസിൻ്റെ ഒരു ഭാഗമാണ്. ഇതേപോലെ 2 പീസ് ഫ്രണ്ടിൽ ആവശ്യമുണ്ട്. ഇത് ഞാൻ സെൻറ്റർ പാർട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴത്തെ കഫ് അവിടെ 4 ഇഞ്ച്, അതായത് പകുതിയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് ഇപ്പുറത്തേക്കും മാറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ പീസ് ഇതേപോലെ 2 പീസ് ആവശ്യമുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതേപോലെ മുകളിലെ പ്ലാക്കറ്റ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാക്കറ്റാണ്. അത് ബെൽറ്റ് വരുന്നത്, ബെൽറ്റ് കുളത്തൊക്കെ പിടിപ്പിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ 2 ഇഞ്ച് ഫോൾഡഡ് ആണ്. അപ്പം 4 ഇഞ്ച് ടോട്ടൽ വരും. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ സെയിം ഇത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 ഇഞ്ച് ക്രോച്ച് ഏരിയ അവിടെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് വശം കൂടുതലുള്ളതുകൊണ്ട് 2 ഇഞ്ചാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. അതേപോലെ സീ അലൗൺസും 2 ഇഞ്ചായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ വരും. നമുക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കട്ട് ചെയ്യണ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഉണ്ട്, എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ സെയിം തന്നെയാണ്, ഫ്രണ്ട് പീസിൻ്റെ സെയിം തന്നെയാണ് ഇതിലെടുത്തേക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് മുകളിലത്തെ ഇലാസ്റ്റിക്കിൻ്റെ ഇത് സെപ്പറേറ്റഡ് അല്ല, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് കൂട്ടി വെട്ടേണ്ട വരും. അതൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ക്രോച്ച് ഏരിയയുടെ ഇവിടെയുള്ള ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ഫ്രണ്ട് പീസിനോട് സെയിം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ ഒരു 5 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കുള്ളൊരു യൂണിഫോമിൻ്റെ ട്രൗസറാണ് ഇത്. ഓരോരുത്തർക്കും ഓരോ അളവ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എല്ലാവർക്കും സെയിം അളവ് ആവണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കണം. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ ഞാൻ തുണിയിൽ വെട്ടുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ ലെങ്ത്ത് ഞാൻ സീം അലൗൺസ് ഉൾപ്പെടെ 14.5 ആണ് എടുത്തേക്കണത്. സീം അലൗൺസ് കൂട്ടിയിട്ടാണ് ഇത്ര എടുത്തേക്കണത്. പിന്നെ ഒരു 2 ഇഞ്ച് പ്ലാക്കറ്റ് വേറെ വരുന്നുണ്ട്. ഞാനത് മാർക്ക് ചെയ്യാണ്. ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് താഴെ മടക്കണ ഭാഗമാണ് മാർക്ക് ചെയ്തത്. പിന്നെ ഹിപ്പ്, അതായത് നമ്മുടെ ഹിപ്പിൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതായത് ഹിപ്പിന്ന് 9 എടുക്കണ്ട്. 9ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5. ഇത് 4 പീസായിട്ടാണ് ഈ ട്രൗസറിൻ്റെ കട്ട് ചെയ്യണത്. ബാക്ക് പീസ് 2 എണ്ണം, ഫ്രണ്ടും 2 എണ്ണം. ഇനി നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. കറക്റ്റ് സെൻറ്ററാക്കി മാർക്ക് ചെയ്യണം. ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് 5 ആണ് എടുത്തേക്കണത്. അതേപോലെ ഷേപ്പ് ചെയ്യാൻ ഒരു 1.5 ഇഞ്ചും ആവശ്യമുണ്ട്. ഇപ്പുറത്തെ സൈഡും 5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. തുണി ഞാൻ ഫോൾഡ് ചെയ്തേക്കാണ് 2 പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാനായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാണ്. താഴെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ചാണ് താഴത്തെ ഇത് വരുന്നത്, താഴത്തെ വിരിപ്പ് വരുന്നത്. അത് അടയാളപ്പെടുത്തിയിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് മാർക്ക് ചെയ്യാണ്. ഇപ്പുറ സൈഡും അതേപോലെ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി പോക്കറ്റാണ്, പോക്കറ്റല്ല, ടക്കാണ് ഇനി ശരിയാക്കേണ്ടത്. 1.5 ഇഞ്ച് ലെങ്ത്തും ഓരോ ഇഞ്ച് വിഡ്ത്ത്, സെൻറ്ററിൽ നിന്ന് ഓരോ ഇഞ്ച് വിഡ്ത്ത് ഞാൻ ഇടുന്നുണ്ട് ടക്കിന് വേണ്ടിയിട്ട്. ഇനി പോക്കറ്റിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് സൈഡിൽ നിന്ന് വിട്ടിട്ട്, ആ ഫോൾഡഡ് ഭാഗത്തു നിന്ന് വിട്ടിട്ട് 4 ഇഞ്ച് ലെങ്ത്തും വിട്ടിട്ടുണ്ട്. ഇനി അവിടെ നിന്നൊന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് അവിടെ നിന്നാണ് പോക്കറ്റ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കണ ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ പീസിനും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ചെറിയ നോച്ച് വിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതേപോലെ 2 പീസാണ് ആവശ്യം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസും തുണി ഫോൾഡ് ചെയ്തിട്ട് വേണം ഇത് അടയാളപ്പെടുത്താൻ. ഇവിടെ എനിക്ക് ലെഫ്റ്റ് ഓവർ, അതായത് ബാക്കി വന്ന തുണി ആയതുകൊണ്ടാണ് ഞാനിത് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഒരു പീസ് കട്ട് ചെയ്യണതിൻ്റെ ഇവിടെ 4 ഇഞ്ച്, അതായത് 2 ഇഞ്ച് ഫോൾഡഡ് വിഡ്ത്ത് വരുന്ന ഇതിൽ മാർക്ക് ചെയ്യാം. അത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതിലാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്യണത്. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് വച്ച് കൊടുക്കാം. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ വയ്ക്കുന്നത്.
എനിക്ക് തുണി കുറവായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണത്. നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, തുണി കുറേ ഉള്ളവർ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലെങ്ത്തൊക്കെ കറക്റ്റാക്കി വെച്ച്. ഇനി ഈ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ബാക്ക് പീസിലേക്ക് ഞാൻ മാർക്ക് ചെയ്യണ്. പോക്കറ്റിൻ്റെ അവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം, ബാക്കിൽ പോക്കറ്റിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഇവിടെ ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ ഡ്രാഫ്റ്റിൽ പറഞ്ഞല്ലോ, ഡ്രാഫ്റ്റിൽ എടുക്കണമെന്ന്, 2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണമെന്ന്. ഇവിടെയാണ് ഞാൻ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യണത്. 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ താഴെയും 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെയും ഞാനിവിടെ 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത്. ഇനി സ്കെയിലെടുത്തിട്ട് ആ ക്രോച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ആ ഫ്രണ്ടിലത്തെ എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഒന്ന് കറക്റ്റാക്കി ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ബാക്ക് പീസ് ഇങ്ങനെ ഇതേപോലെ ഇരിക്കും, കുറച്ച് കുഴിഞ്ഞ പോലെ, കുഴിച്ച് വെട്ടിയ പോലെ ഇരിക്കും. ഇനി താഴേക്ക് മാർക്ക് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്ത് കറക്റ്റാക്കുക. സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുകളിൽ നമ്മളൊരു ഇലാസ്റ്റിക്കിൻ്റെ പ്ലാക്കറ്റ്, ഇലാസ്റ്റിക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല സോറി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടം വരെയും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വരും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉൾപ്പെടെ. ഇനി നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ പോക്കറ്റ് 2 ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ച് വിട്ടുള്ള തുണി എടുക്കണം.
5 ഇഞ്ച് വിട്ടും 5.5 ഇഞ്ചാണ് സോറി. പിന്നെ 8 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു തുണി പീസ് എടുത്തിട്ട് ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ അടിയിൽ വെച്ചിട്ട് സെൻറ്റർ പാർട്ടൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ കട്ട് ചെയ്തേക്കണതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പോക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഞാനിവിടെ ചരിച്ച് വെട്ടണുള്ളൂ. ഒരു സൈഡ് വെട്ടിയാൽ മതി, മറ്റേ സൈഡ് ഉള്ളിലേക്ക് പോണതാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ പോക്കറ്റ് രണ്ട് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് പോക്കറ്റിന് ഇതേപോലെ വെട്ടിയെടുക്കണം. 2 പീസ് ഇതേപോലെ ആവശ്യമുണ്ട് പോക്കറ്റിന് വേണ്ടിയിട്ട്. പോക്കറ്റ് തയ്ക്കണതും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ ഇനി അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടുള്ളവർ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.